തീർന്നിട്ടുള്ള ഭൂപ്രദേശമാണ് മധ്യപൗരസ്ത്യ ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇത് സങ്കടകരമാണ്. ലോകത്തിലെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവും ചിലപ്പോൾ ചരിത്രത്തിൽ നിലനിൽപ്പിന് വേണ്ടി പോലുമുള്ള അത്യന്തം അപകടകരമായ ഒരു വർത്തമാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച പ്രദേശമാണ് നമ്മുടെ മധ്യപൗരസ്ത്യ ദേശങ്ങൾ എന്ന് പറയുന്നത്. നോഹ പ്രവാചകൻ മുതൽ മുഹമ്മദ് നബി അടക്കമുള്ള മോശയുണ്ട്, യേശുവുണ്ട്, അബ്രഹാമുണ്ട്, ദാവീദുണ്ട്, ശലോമാനുണ്ട്, നിലയ്ക്കാത്ത പ്രവാചകന്മാരുടെ വലിയ ഒരു പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച പ്രദേശമാണ് മധ്യപൗരസ്ത്യ ദേശങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതുപോലെ ലോകത്തിന് പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും നിലയ്ക്കാത്ത ഉറവ നൽകിയിട്ടുള്ള അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ധാരാളം വേദങ്ങളുണ്ട് ഇവിടെ, ഇതിഹാസങ്ങളുണ്ട് ഇവിടെ, പുരാണങ്ങളുണ്ട് ഇവിടെ, വലിയ മഹത് വ്യക്തിത്വങ്ങളുണ്ട് ഇവിടെ. അവരുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ലോക സാർവദേശീയ തലത്തിൽ സ്വാധീനം ഉണ്ടായിരുന്ന ബുദ്ധമതം, അതിനെ പ്രത്യേകിച്ച് പഠിക്കേണ്ടതുണ്ട്. സംഘപരിവാരത്തിന്റെ നെറ്റി പൊളിക്കുന്ന, അതിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ നെഞ്ചുപൊട്ടിക്കുന്ന, സംഘപരിവാരം ഉയർത്തുന്ന ഓരോ നിലപാടുകൾക്കെതിരെയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അത്യുജ്വലമായ സമര സന്ദേശങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യയിലെ മഹനീയ ദർശനങ്ങളിലൊന്നാണ് ബുദ്ധമത ദർശനം എന്ന് പറയുന്നത്. ഗതികേട് എന്ന് പറയണം. നമ്മുടെ എല്ലാ സാംസ്കാരിക വ്യക്തിത്വങ്ങളും പറയുന്ന ഒരു വർത്തമാനമാണ്, ഇന്ത്യ എല്ലാവരെയും സ്വീകരിച്ചു, എല്ലാവരെയും പാലോട്ടി, എല്ലാവരെയും തേനോട്ടി. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത അത്യുജ്വല വ്യക്തിത്വങ്ങളിലൊന്നായ ശ്രീബുദ്ധനെ ഇന്ത്യ പടിയടച്ച് പിണ്ടം വെച്ചു. എവിടെയാണ് ഇന്ത്യയിൽ അദ്ദേഹം നിലനിന്നത്? ജപ്പാനിലുണ്ട്, ബർമയിലുണ്ട്, തായ്വാനിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, ഫിജിയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ചൈനയിലുണ്ട്, മംഗോളിയയിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ പുണ്യപുരുഷൻ ജനിച്ചു വീണ ഇന്ത്യ രാജ്യത്ത് ശ്രീബുദ്ധന് നിലനിൽക്കാൻ അവസരമുണ്ടായിട്ടില്ല. ആരാണ് ബുദ്ധനെയും ബുദ്ധന്റെ ദർശനങ്ങളെയും ഈ നാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചത്? എല്ലാവരും പഠിക്കേണ്ട വലിയ ഒരു സംവാദാത്മകമായ വിഷയമാണത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അഹിംസയുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആശയത്തെ പ്രകാശിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ബുദ്ധൻ. അന്നേതായാലും ഇസ്ലാമില്ല, 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അന്ന് ക്രൈസ്തവതയില്ല, അതുപോലെ തന്നെ മറ്റു പല ദർശനങ്ങളും ഇവിടെയില്ല. 3000-4000 വർഷത്തെ പഴക്കമുണ്ട് ശ്രീബുദ്ധൻ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ബീഹാറിലും ജാർഖണ്ഡിലും ഉത്തർപ്രദേശും നേപ്പാളുമൊക്കെ അടങ്ങുന്ന ആ പ്രദേശത്ത് നിന്നുകൊണ്ട് അഹിംസയെക്കുറിച്ച് സംസാരിക്കാൻ എന്തായിരുന്നു ചരിത്രപരമായ കാരണം? ഹിംസാപരമായ നിലപാടുകൾ സ്വീകരിച്ചവരുടെ ദർശനം അതേതായിരുന്നു? അതിനെ പ്രൊമോട്ട് ചെയ്തവർ ആരായിരുന്നു? അതിനെ റിമോട്ട് ചെയ്തവർ ആരായിരുന്നു? അവർ തന്നെയാണ് ശ്രീബുദ്ധനെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തിയത്. അത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് പോണില്ല. ഞാൻ പറയുന്നത്, സംഘപരിവാരത്തെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വർത്തമാന കാലഘട്ടത്തിന്റെ പശുവിലും അതുപോലെ തന്നെ ഏകദേശം അല്ലറ ചില്ലറ സംഭവങ്ങളിൽ മാത്രം അതിനെ ഒതുക്കി നിർത്തുന്നതിന് പകരം ലോകത്തെ വലിയ പാരമ്പര്യമുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം എന്തുകൊണ്ട് പുറത്തേക്ക് സഞ്ചരിച്ചില്ല? വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും മത തിയോളജിക്കൽ വിദഗ്ധന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ വിശാരദന്മാരുമൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ ദർശനങ്ങളും പരന്നൊഴുകി, ലോകം മുഴുവൻ പരന്നൊഴുകി, ഇസ്ലാം ഒഴുകി, ക്രൈസ്തവത ഒഴുകി, അതുപോലെ തന്നെ ലോകമതങ്ങളിൽ ഏറ്റവും വ്യാപകമായ ഒഴുക്ക് നടത്തിയിട്ടുള്ളത് ക്രൈസ്തവതയും ഇസ്ലാമും അതുപോലെ തന്നെ ബുദ്ധമതവുമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ നിന്ന് എന്താണ് ബുദ്ധമതമല്ലാത്ത ഒന്നും പുറത്തേക്ക് ഒഴുകാതിരുന്നത്? എന്തുകൊണ്ടാണ് ഒഴുകാതിരുന്നത്? എന്തുകൊണ്ടാണ് ലോകാടിസ്ഥാനത്തിൽ? അതിന് പറയണ കാരണം എന്താ? അപ്പുറത്തെ എവറസ്റ്റും ഇവിടെ കടലുമായതുകൊണ്ട് പിന്നെ പാമീർ അഫ്ഗാൻ മലയിടുക്കുകളിലൂടെ പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ല, അപ്പൊ ഇവിടുന്ന് പോകാമായിരുന്നല്ലോ. പക്ഷെ പോകാൻ കഴിയാത്ത, അവിടുന്ന് ഇങ്ങോട്ട് വന്ന് അലക്സാണ്ടർ വന്നു, ചെങ്കിസ് ഖാൻ, തിമൂറുകൾ, മംഗോളുകൾ വന്നു. ബാബറൊക്കെ മംഗോൾ വംശത്തിൽപ്പെട്ടത്, അറബിയൊന്നുമല്ല. പക്ഷേ സംഘപരിവാർ പറയുമ്പോൾ നമുക്ക് തോന്നും ബാബർ എന്ന് പറഞ്ഞാൽ ഏതോ അറബിയാണ്, അദ്ദേഹം അറബ് ദേശത്തു നിന്ന് ഈജിപ്തിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആ മുഗൾ എന്നുള്ള പദം പോലും പ്രതിനിധീകരിക്കുന്നത് മംഗോൾ വംശവുമായി ബന്ധപ്പെട്ട ചൈനയുടെ മുകളിലുള്ള പ്രദേശമാണ് മുഗളന്മാർ. അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
പക്ഷെ ഇന്ത്യയിൽ നിന്ന് ബുദ്ധനല്ലാതെ മറ്റൊന്നും പുറത്തു പോയിട്ടില്ല. ആ ബുദ്ധനെ നിലനിൽക്കാൻ ഇന്ത്യയിൽ സമ്മതിച്ചിട്ടില്ല. ആ ബുദ്ധൻ അഹിംസയുമായി ബന്ധപ്പെട്ട വലിയൊരു ആശയത്തെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ പറയുന്നത് സംഘപരിവാരത്തെ നിങ്ങൾ പഠിക്കേണ്ടത് അവിടെയാണ്. വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അതിന്റെ ചരിത്രങ്ങളെയും അപകടകരമായ ദുർവ്യാഖ്യാനങ്ങൾക്കും കള്ളക്കളികൾക്കും വിധേയമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ എവിടെയും നിലനിന്നിട്ടില്ലാത്തവണ്ണമുള്ള അപകടകരമായ ഒരു നരവംശ വായന നടത്തിയിട്ടുള്ള ഒരു തത്വസംഹിത, ഒരു ദർശനം സംഘപരിവാരവും ബ്രാഹ്മണിസവും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിക്കാനായി, നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷെ വിഷയങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ എവിടെ നിന്ന് എങ്ങനെ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമാണ്. എന്താണ് ഈ ബ്രാഹ്മണിസം? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആഗോള ഇസ്രായേൽ വംശീയത. ഒരിക്കലും അത് ഒരാൾക്ക് യഹൂദിയാവാൻ കഴിയില്ല. നിങ്ങൾക്ക് മുസ്ലിം ആവാം, നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാവാം, നിങ്ങൾക്ക് ബുദ്ധമതക്കാരനാവാം, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം, കോൺഗ്രസ് ആവാം, നിങ്ങൾക്ക് ചിലപ്പോൾ അമേരിക്കക്കാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും ഒക്കെ ആവാം. രാഷ്ട്രങ്ങളും അതിന്റെ നിലപാടുകളും അവരുടെ സമൂഹം. പക്ഷേ നിങ്ങൾക്കൊരു യഹൂദനാവാൻ കഴിയില്ല. കാരണം അത് ജനനവുമായി ബന്ധപ്പെട്ടതാണ്. വംശീയ, വർഗീയ, സാമുദായിക, രക്ത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ ഏറ്റവും അപകടകരമായ വംശീയ പ്രത്യയശാസ്ത്രങ്ങളിലൊന്നാണ് ഇന്ന് നിലനിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു യഹൂദിയാവാൻ പറ്റില്ല. കാരണം എന്താ? യഹൂദനാവണമെങ്കിൽ യഹൂദ ഗോത്രത്തിൽ, യഹൂദ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും യഹൂദനാവണം. യഹൂദ രക്തം, യഹൂദ ബീജം, യഹൂദ അണ്ഡം, യഹൂദ വംശം. അപ്പോഴേ യഹൂദയായിട്ട് പറക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന അപൂർവ വംശീയ ദർശനങ്ങളിൽ നിന്നാണ് ഇതിനോട് കിടപിടിക്കുന്ന ഒരു ദർശനമാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ദർശനം എന്ന് പറയുന്നത്. സവർണ ഫാസിസം അല്ലെങ്കിൽ സവർണ ദർശനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പലതുമാകാം, പക്ഷെ നിങ്ങൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയില്ല. ബ്രാഹ്മണനാകാൻ മാത്രമല്ല, നിങ്ങൾക്ക് ക്ഷത്രിയനാവാനും കഴിയില്ല, നിങ്ങൾക്ക് വൈശ്യരാവാൻ കഴിയില്ല, നിങ്ങൾക്ക് ശൂദ്രനാവാൻ കഴിയില്ല, നിങ്ങൾക്ക് നായരാവാൻ കഴിയില്ല, നിങ്ങൾക്ക് ഈഴവനാവാൻ കഴിയില്ല, നിങ്ങൾക്ക് പറയനാവാൻ കഴിയില്ല, നിങ്ങൾക്ക് പുലയനാവാൻ കഴിയില്ല. എന്താ കാരണം? ഇത് ഒരു വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ദർശനങ്ങളെ പോലെയല്ല. വളരെ പരിമിതമായ വംശീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഏറ്റവും മുകളിലാണ് മിസ്റ്റർ ബ്രാഹ്മണിസം നിലനിൽക്കുന്നത്. ആ ബ്രാഹ്മണിസത്തിന്റെ ആശയങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് മഹാനായ ശ്രീബുദ്ധൻ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ബുദ്ധൻ അഹിംസയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം അന്ന് ഇപ്പൊ പശുവിനൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പശുവിനെ കൊല്ലാൻ പറ്റും, വെറുതെ പറയണതൊക്കെ. വേദങ്ങളും ഇതിഹാസങ്ങളും കിതാബുകളും ഒക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പശുവിനെ കൊല്ലാം, കുതിരയെ കൊല്ലാം, ആടിനെ കൊല്ലാം, എരുമയെ കൊല്ലാം, എല്ലാറ്റിനെയും കൊല്ലാം. കാഞ്ചായിലയെ പോലത്തെ ദലിത് ബുദ്ധിജീവികൾ, രാഷ്ട്രീയ മീമാംസകന്മാർ പറയുന്നത് ഇന്ത്യയിലെ പുണ്യം പശുവല്ല. 75% ഇന്ത്യ ജീവിക്കുന്നത് എരുമദേശീയതയിലാണ്. ഇന്ത്യയുടെ പാലും, ഇന്ത്യയുടെ ആരോഗ്യവും, ഇന്ത്യയുടെ വിപണിയും, ഇന്ത്യയുടെ തൊഴിലും, ഇന്ത്യയുടെ കൃഷിയുമൊക്കെ നിലനിർത്തുന്നത് ഇന്ത്യയിലെ എരുമകളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ എരുമദേശീയത എന്ന് പറയാത്തത്? മറിച്ച് നിങ്ങൾ പശുവിനെ വിശുദ്ധനായി അവതരിപ്പിക്കപ്പെടുന്നു. എല്ലാ ചരിത്രത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ പ്രദേശങ്ങൾക്കനുസൃതമായ ഒരു ഇടയ ജീവികളും അതുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക ജീവിതവും ഉണ്ടായിരുന്നു. ഒട്ടകം, അതുപോലെ തന്നെ കോവർ കഴുതകൾ, മറ്റ് പല ഇന്ത്യയിലൊക്കെ വരുമ്പോൾ അത് എരുമകൾ വേറെ എവിടെയും വന്നിട്ടില്ലേ. ഇന്ത്യയിൽ മാത്രമാണ് എരുമന് അത് വളരെ പ്രത്യേകമായ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതിലേക്ക് ഞാൻ കടന്നു പോണില്ല. ആട്, മാട്, ഒട്ടകം ഇതൊക്കെ മനുഷ്യരുമായി കൂടിക്കഴിഞ്ഞ് കാർഷികാവശ്യങ്ങളും ഭക്ഷ്യാവശ്യങ്ങളും തുല്യമായി നിർവഹിച്ചു പോകുന്ന ചരിത്രമാണ്. സംഘപരിവാർ എന്ന് പറയുന്നത് പോലെ പരിവാരാണല്ലോ ഇത് പറയുന്നത്. എന്നിട്ടത് മൊത്തം ഇന്ത്യയിലെ സവർണ താല്പര്യങ്ങൾ ഹൈന്ദവതയുടെ മറവിൽ നിന്നുകൊണ്ട്, ഹൈന്ദവത എന്ത് എന്നുള്ളത് ആഴത്തിൽ നിർവചിക്കപ്പെടേണ്ടതാണ്. അത്തരം വലിയ ചർച്ചകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. എന്താണ് ഹൈന്ദവത? ആരാണ് അതിന്റെ അതോറിറ്റി? എന്താണ് അതിന്റെ പ്രമാണങ്ങൾ? എവിടെ നിന്നാണത് വന്നിട്ടുള്ളത്? എങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്? മലയാളത്തിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ അമ്മയുടെ അച്ഛൻ എഴുതിയ, ഈ മാധവൻ എഴുതിയ പുസ്തകം ഇന്ത്യയിലെ ഈഴവരെ കുറിച്ച്, ചേകവന്മാരെ കുറിച്ച്, ചാന്നാന്മാരെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര സമുദായമാണ് ഈഴവർ.
നമ്മുടെ പാരമ്പര്യങ്ങൾ ഹൈന്ദവ ബ്രാഹ്മണിക്കൽ നിലപാടുകളുമായി ബന്ധപ്പെട്ടതല്ല, ബുദ്ധമത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാ. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ശബരിമല മുതൽ കൊടുങ്ങല്ലൂർ അടക്കമുള്ള പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പല പ്രദേശങ്ങളും, ഇടപ്പള്ളി, അങ്ങനെയുള്ള കുറെ പേരുകളുണ്ടല്ലോ, പള്ളി എന്ന് പറയുന്ന പ്രദേശം. ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ പ്രമേയങ്ങളിൽ പോലും സ്വന്തം ആരാധനാലയങ്ങൾക്ക് പള്ളി എന്നാണ് പറയുക. ബുദ്ധമത പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണത്. കേരളത്തിൽ 800 വർഷത്തോളം ബുദ്ധമതത്തിന് ഉജ്ജ്വലമായ പാരമ്പര്യമുണ്ടായിരുന്നു. കേരള ചരിത്രത്തിൽ നിർണായകമായ ഒരു പഠന വിഷയമാണത്. ഒരു വിഴുങ്ങലുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ. ചേരചോര പാണ്ഡ്യന്മാർ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയും പിന്നീട് തിരുവിതാംകൂറും വേണാടും ഒക്കെ കടന്നു വരുന്നതിന്റെ ഇടയിൽ ഇന്ത്യയിലെ കേരളത്തിലെ ബുദ്ധമത സമൂഹത്തിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ മാധവൻ അതിനെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ ബുദ്ധമതക്കാരായിരുന്നു ഈഴവന്മാർ അല്ലെങ്കിൽ ചേകവന്മാർ എന്ന് പറയുന്ന, ഇപ്പോൾ വെള്ളാപ്പള്ളിയടക്കം പ്രമാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് ചരിത്രത്തിലെ മറ്റൊരു ദുരന്തമാണ്, അതിലേക്ക് കടന്നു പോണില്ല. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കള്ളപ്പാർട്ടിയുണ്ടത്. BJP സ്പോൺസേഡ്, നാഗ്പൂർ പ്രൊമോട്ടഡ് പാർട്ടിയാണത്. ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾ അതിൽ വെക്കേണ്ട കാര്യമില്ല. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളി SNDP നിന്ന് ബന്ധമില്ല. സംഘപരിവാരത്തിന്റെ അടിവേരറുക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ശ്രീനാരായണ ഗുരുവിന്റേത്, ഈ മാധവന്റേത്, സഹോദരൻ അയ്യപ്പന്റേത്, ചട്ടമ്പി സ്വാമികളുടേത് ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചോ. നെഞ്ചോട് നെഞ്ചു നിന്നിട്ട് സംഘപരിവാർ, RSS, വിശ്വഹിന്ദു പരിഷത്ത്, ബജറംഗ് ദള്, അതുപോലെ തന്നെ മുത്തലിക് സേന, ദുർഗാവാഹിനി, രാമസേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ സേന പലതുണ്ട്. ഇത് വേറെ പഠിക്കേണ്ടതാണ്. അത് ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള അവിടെ നമുക്ക് നാളെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് പറഞ്ഞതിനോട് യോജിപ്പിക്കാം. ലോകത്തെ എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളെയും ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് ലോകത്തെ എക്കണോമിക്കൽ ഫാസിസമാണ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫാസിസമാണ്. കോർപ്പറേറ്റുകളുമായി ഫാസിസം, എക്കണോമിക്കൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാസിസം എന്ന് നമ്മൾ പറയാറില്ല. മതപരമായ ടെർമിനോളജികൾ ISIS, RSS യഥാർത്ഥത്തിൽ വർത്തമാനകാലത്ത്, ഈ ഉത്തരാധുനിക കാലത്ത് ഇത് രണ്ടിനെയും, എല്ലാ മതഫാസിസങ്ങളെയും മതേതര ഫാസിസങ്ങളെയും, ഫാസിസം എന്ന് പറയുന്നത് മതമേഖലയിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മേഖലയിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ഫാസിസം എന്ന് പറയുന്നത് ഒരു എന്താണ് പറയാ, ഒരു സംസ്കാരമാണ്. എന്താണത്? എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക, എനിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാതിരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കലും പ്രശ്നമല്ല. വെറുപ്പിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ, അസൂയയുടെ എല്ലാ വേദങ്ങളും ഇതിഹാസങ്ങളും പുണ്യപുരുഷന്മാരും ചരിത്രത്തിലെ ഉജ്ജ്വലന്മാരായ വിപ്ലവകാരികളുമൊക്കെ പറഞ്ഞ സ്നേഹം, കാരുണ്യം, ദയ, വാത്സല്യം, അതുപോലെ തന്നെ വിട്ടുവീഴ്ച, ഇങ്ങനെ പറയുന്ന ധാരാളം മൂല്യങ്ങളുണ്ട്. അതിന്റെ അതിന് തികച്ചും ഘടകവിരുദ്ധമായ ഒരു നിലപാട്, ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ലളിതമായി പോയി നിങ്ങളതിനെ മനസ്സിലാക്കരുത്. എനിക്ക് നിങ്ങളെ കണ്ടുകൂടാ. കാരണം എന്താ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ് ഞാൻ. ആശിക തലത്തിലുള്ള നിങ്ങളുമായുള്ള സംവാദമല്ല, നിങ്ങളുമായിട്ടുള്ള സംഭാഷണമല്ല, നിങ്ങളുമായിട്ടുള്ള മുഖാമുഖങ്ങളല്ല, അതുമായി ബന്ധപ്പെട്ട ജനാധിപത്യ സ്വഭാവത്തിൽ നമ്മൾ നടത്തുന്ന വാതിലുകളും ജനലുകളും തുറന്നിട്ട് ചർച്ചയല്ല. ഞാൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതാ എവിടെണ്ടെങ്കിലും അതൊക്കെ ഫാസിസം. മതത്തിലോ മതസംഘടനകളിലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും പങ്കുവെക്കാൻ കഴിയാതിരിക്കുകയും സഹിക്കാൻ കഴിയാതിരിക്കുകയും മറ്റുള്ളവരോട് അതിഭീകരമായ പകയും വിദ്വേഷവും, ഈ രണ്ട് സംവിധാനങ്ങളെ ലോകത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അപകടകരമായ രണ്ട് ഗ്രൂപ്പുകളാണ് മിസ്റ്റർ ഇസ്രയേലും ഇന്ത്യയിലെ സംഘപരിവാരവും. ഇത് രണ്ടും നല്ല ചേരുമ്പടി. ഈ നരവംശ ശാസ്ത്രം അനുസരിച്ച് തന്നെ ചില പഠനങ്ങളൊക്കെ ഉണ്ട്. ഇസ്രയേലിലെ ജൂതന്മാര് നാട് കടത്തപ്പെട്ട സന്ദർഭത്തിൽ കപ്പല് മുങ്ങി കടലിലൊഴുകി തീരത്തടിഞ്ഞു മഹാരാഷ്ട്രയിൽ. അങ്ങനെ അവർ നാഗ്പൂരിലെത്തി. അതാണ് RSSന്റെ ശില്പികളായ ചിത്പാവൻ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നവരുടെ നരവംശപരമായ അടിത്തറ യഹൂദിസവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പോലും പറയുന്ന പുതിയ കാലത്തെ ചിന്തകന്മാരൊക്കെയുണ്ട്. അതിന് ശരി തെറ്റ് എല്ലാ തരത്തിലും ഞാൻ പഠനവിധേയാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു വായന എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പറയുന്ന വർത്തമാനം എന്താ, RSS നമ്മളുടെ മുമ്പിൽ വെക്കുന്ന ഐഡിയോളജി എന്താ, അവർ ഉയർത്തുന്ന ആശയ പരിസരം എന്താ, വിശാലമായ ഉൾക്കൊള്ളലുകളുടെ, വിട്ടുവീഴ്ചകളുടെ, ക്ഷമയുടെ, കാരുണ്യത്തിന്റെ, പങ്കുവപ്പിന്റെ ഒരു വേദിയല്ല അവർ തുറന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അവർ പറയൂട്ടോ, ഞങ്ങൾ മാണിനെ ഉൾക്കൊള്ളാൻ പോവാണ്. അതെന്തിനാ മാണിനെ ഉൾക്കൊള്ളാൻ പാടുന്നത്? ശുദ്ധ കള്ളത്തരം. ഇത്രയും വലിയ കാപട്യം
യുവമോർച്ചക്കാരനും RSS ഒക്കെ എത്ര സമരം ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മാണി ബജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ BJP-കാരൻ RSS-കാരൻ എന്തിനാ സിന്ദാബാദ് വിളിച്ചത്? ആ മാണിയെയും മകനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് വിരിക്കാൻ വെള്ളാപ്പള്ളിക്ക് വിരിച്ച് അതേ തളിക വിരിക്കാൻ പോവാണ്. ആര് പോകാൻ റെഡിയായി കൊണ്ടുപോകും, അത് വേറെ ചർച്ച. ഇനിയിപ്പോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾ പോകാൻ കാത്തിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അവിടെ കിട്ടും. എന്ത് വേണമെങ്കിലും കൊടുക്കും. ഇനി കേരളത്തിലെ അപ്പുറം ബാക്കിയുള്ളതൊക്കെ പിന്നെ പറഞ്ഞതിന്റെ അതൊരു ഉൾക്കൊള്ളൽ രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ അംബേദ്കർ അവർ ഉൾക്കൊള്ളുന്നു, മഹാത്മാഗാന്ധി അവർ ഉൾക്കൊള്ളുന്നു. നെഹ്റുവിന് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. നെഹ്റുവിന് വെരുങ്ങാത്ത അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഒക്കെ ഒരു സാർവദേശീയ സോഷ്യലിസ്റ്റ് ഭാവങ്ങളുള്ള, ഞാനിതൊരു കോൺഗ്രസിന്റെ തലത്തിൽ നിന്നിട്ടല്ലോ പറയുന്നത്, വേറെ ഒരു സ്വഭാവത്തിൽ വ്യക്തികളെ വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് വിഴുങ്ങാൻ പറ്റാത്ത അബുൽ കലാം ആസാദ് എന്താ അവരെടുക്കാത്തത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ ആ ഒരു മുന്നണിയിൽ ഇവരൊക്കെയുണ്ടല്ലോ. വല്ലഭായ് പട്ടേലുണ്ട്, അബുൽ കലാം ആസാദ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്. പക്ഷെ അബുൽ കലാം ആസാദും ജവഹർലാൽ നെഹ്റുവും എവിടെ സംഘപരിവാരത്തിന്റെ അംബേദ്കറുടെ ഭരണഘടനാ ശില്പിയായും ഗാന്ധിജിക്ക് കൊടുത്തിരിക്കുന്നത് ചൂലാട്ടോ, സ്വച്ഛ ഭാരത്, ഒക്ടോബർ 30 സേവനവാരം നടത്താൻ, അങ്ങനെ അടിച്ചുവാരി ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധിജി, അതുപോലെ തന്നെ അതിന് ശ്രീബുദ്ധൻ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന രാമനും കൃഷ്ണനൊക്കെ ചെറുപ്പത്തിൽ അതിന് പുനർവായനകളുണ്ട്. രാമനും കൃഷ്ണനൊക്കെ സവർണ ദൈവങ്ങളാണെന്നും സവർണ വ്യക്തിത്വങ്ങളാണെന്നുമുള്ള ദലിത വായനകളുണ്ട്. ആ വായനകളെ പുതിയ രീതിയിലും സ്വഭാവത്തിലുമൊക്കെ നമ്മൾ അങ്ങനെ ഒരു പ്രവാചകന്മാരെ അങ്ങനെ പുണ്യപുരുഷന്മാരും അങ്ങനെ വായിക്കപ്പെടേണ്ടവരല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രവാചകന്മാർ ഒരിക്കലും വർഗീയവാദികളാകാൻ പാടില്ലല്ലോ, സാമുദായികവാദികളാകാൻ പാടില്ലല്ലോ. മുഹമ്മദ് നബി എന്ത് ജനാധിപത്യ സെക്യുലർ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾക്കപ്പുറം വളരെ അപകടകരമായ ഒരു വർഗീയ സാമുദായിക ട്യൂണിൽ സംസാരിക്കുക. ഞാൻ പറയാം, ആ മുഹമ്മദ് നബി നമുക്ക് വേണ്ട. ആ മുഹമ്മദ് നബി വർഗീയവാദിയായിട്ടാണ് ആ കോട്ടയിൽ അവിടെ വെച്ചിട്ട് അടച്ചുകളയാണ് നമ്മള്. യേശു അങ്ങനെ സംസാരിക്കുക. ഇങ്ങനെ ഒരു ദേശത്തിന് വേണ്ടി, ഒരു ഭാഷയ്ക്ക് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി, ഒരു വംശത്തിന് വേണ്ടി, ഒരു വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന യേശു. ആർക്കാണ് യേശുവിനെ വേണ്ടത്? അതിപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമുക്കും ഏറ്റെടുക്കാം. കാരണം നമ്മൾ ജാതി മതവർഗ സമുദായ ദേശ ഭാഷ അടിസ്ഥാനങ്ങളിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാമനും കൃഷ്ണനും ബുദ്ധനും ഒക്കെ എന്റെ പരിമിതമായ വായനയിൽ അങ്ങനെയൊന്നും പെട്ടിട്ടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവരൊക്കെ സെക്യുലറിസ്റ്റുകളാണ്, ജനാധിപത്യവാദികളാണ്, സോഷ്യലിസ്റ്റുകളാണ്. അന്നത്തെ കമ്മ്യൂണിക്കേഷൻ നാഗരിക സ്ഥലകാല പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം ദേശത്തും സമുദായത്തിലും ഒതുങ്ങി നിൽക്കേണ്ടതുകൊണ്ട് അന്നത്തെ സാഹിത്യങ്ങളും ഭാഷയുമൊക്കെ ചില പരിധികളിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അപ്പുറം വർത്തമാനകാലത്തും അതിനെ പുനർവായന നമ്മൾ നടത്തുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവരൊക്കെ വർഗീയവാദികളും സാമുദായികവാദികളും ജാതീയവാദികളും ഒക്കെ ആയിരുന്നു എന്ന രീതിയിലാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ സംഘപരിവാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് വരുത്തും. പക്ഷെ എന്നാലും ചിലരെയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളിടത്ത് നിന്നാണ് അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ഇന്ത്യയിൽ ശ്രീബുദ്ധൻ കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് ഏറ്റവും പേടിയുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നാണ് ആശയ സംഭാഷണങ്ങളിൽ വളരെ ഭയപ്പാടോടെ കാണുന്ന ഒരാളാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ. കണ്ടെടുത്തോളൂ പരിവാർ കള്ളത്തരം പറയാം. അദ്ദേഹത്തിൽ നിന്ന് ബാക്കിയുള്ളവരെ എതിർക്കുന്നതുണ്ടെങ്കിൽ പറയുമെന്നല്ലാതെ സംഘപരിവാരത്തിന്റെ നട്ടലൊടിക്കുന്ന ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ സവർണ നിലപാടുകൾക്കെതിരെ, മേധാവിത്വത്തിനെതിരെ വർത്തമാനകാല ഇന്ത്യയിൽ ചിലപ്പോൾ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ ചെയ്തതിനേക്കാൾ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഒരു പരിമിതിയിലും കുടുങ്ങിപ്പോയത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് ഇന്ത്യ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. ഇപ്പോഴാണല്ലോ നരേന്ദ്രമോദി പുറത്തേക്ക് ഇന്ത്യനെ കൊണ്ടുപോകണം. അതിന്റെ മുമ്പ് ആരും പുറത്തേക്ക് ഇന്ത്യയെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യയിലെ സവർണ ഫാസിസത്തിന് ഒന്നിനെയും ഉൾക്കൊള്ളാൻ, ഒന്നിനെയും ഏറ്റെടുക്കാൻ, ഒന്നിനെയും അംഗീകരിക്കാൻ ഒരിക്കലും അതിന് കഴിയുമായിരുന്നില്ല. വേദങ്ങളുടെയും ഇതിഹാസങ്ങൾ, അത് വേറെ ഭാഗം കൂടിയാണ്. ഈ വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എല്ലാ മതങ്ങളിലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടേതായ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെ തുറന്ന വായനകൾക്ക് വിധേയമാക്കണം. ആര് എന്തൊക്കെ ചെയ്തു, എന്തിനൊക്കെ അതിനെ ഉപയോഗിച്ചു, ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അതേസമയം നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും അതിന്റെ അടിസ്ഥാന ഈ ചിത്പാവൻ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഹെഡ്ഗേവറും ഗോൾവാൾക്കറും ഒക്കെ അടങ്ങുന്ന ഒക്കെ ആ ഐക്യത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ. നാഗ്പൂരിലാണ് RSS ഉണ്ടാകുന്നത്. എന്തിനാണ് RSS ഉണ്ടായത്? സാധാരണ പറയാറുള്ളത് തൃശൂലം, സ്വസ്തിക,
അതിനെക്കുറിച്ചൊക്കെ വേറെ ഈ ആചാര്യെ പോലത്തെ ആളുകൾ പറയുന്ന ചില വർത്താനങ്ങളുണ്ട്. RSS എന്താ ഒരു കാർഷിക ചിഹ്നമില്ലാത്തത്? RSS എന്താ ഒരു മാനുഷിക ചിഹ്നങ്ങളൊന്നുമില്ലാത്തത്? കൊത്തുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ചിഹ്നങ്ങൾ മാത്രമാണല്ലോ ഇവർക്കുള്ളത്. സ്വസ്തിക 4 കൂർത്തു നിൽക്കുന്ന ശൂലങ്ങളുടെ അടയാളമാണത്. അതുപോലെ തന്നെ തൃശൂലം, കുത്തുക, മലർത്തുക, തല്ലുക. അദ്ദേഹം വേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആർക്കെതിരെയാണ് ചരിത്രത്തിൽ പ്രയോഗിച്ചത്? ഇന്നലകളിൽ സവർണന്മാർ ആർക്കെതിരെയാണ് ഇത് പ്രയോഗിച്ചത്? ഇന്ന് വർത്തമാനകാലത്ത് ഈ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ദലിതുകളുമാണ് അതിന്റെ ഇരയെങ്കിൽ, ഈ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസവും ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തൃശൂലവും ഗദയും ചക്രങ്ങളുമൊക്കെ ആർക്കെതിരെയാണ് നിങ്ങൾ പ്രയോഗിച്ചത്? ആരായിരുന്നു നിങ്ങളുടെ ഇര? ദലിത് സാഹിത്യകാരന്മാർ പറയുന്നു ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ ജീവനെതിരെ. പക്ഷെ വർത്തമാനകാലത്ത് സംഘപരിവാർ സവർണ ഫാസിസം ചെയ്ത സൂത്രവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇരകളുടെ പൊസിഷൻ മാറ്റുകയും ആ സ്ഥാനത്ത് പുതിയ ആളുകളെ അവരോധിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ദലിതുകൾ എന്ന് പറയുന്ന SC, ST, OBC വിഭാഗങ്ങളിൽപ്പെടുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ ഗുജറാത്ത് അതിന്റെ പരീക്ഷണ വേദിയായിരുന്നു. ആ പരീക്ഷണമാണ് പുലയ മഹാസഭയെയും വെള്ളാപ്പള്ളി നടേശന്റെ SNDP പ്രസ്ഥാനത്തിലെ ഈഴവന്മാരെയും വെച്ചുകൊണ്ട് ഇന്ത്യയിലെ പിന്നോക്ക ദലിത് OBC വിഭാഗങ്ങളെ എങ്ങനെ ഇന്നലകളിൽ അവർ തന്നെ കൊണ്ടവർ, അവർ തന്നെ കൈകാര്യം ചെയ്തവർ വളരെ അപകടകരമായ ഇന്ത്യയുടെ പഴയ 5000 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്തവണ്ണമുള്ള ജാതീയ ഘടനയിൽ അടിച്ചമർത്തപ്പോഴ കീഴാളന്മാരായി പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബ്രാഹ്മണൻ ഒരിക്കലും നിങ്ങൾ RSS സമരം നടത്തുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അമ്പലത്തിലെ പൂജാരി, ഒരു പള്ളിയിൽ ആർക്ക് വേണമെങ്കിലും ആവാം, ഒരു പാർട്ടി ഓഫീസർ ആർക്കും സെക്രട്ടറി ആവാം, ഇപ്പൊ വെൽഫെയർ പാർട്ടിന്റെ സെക്രട്ടറി ആവാം, CPM സെക്രട്ടറി ആവാം. അതുപോലെ തന്നെ പള്ളിയിലും ചർച്ചിലും ഒക്കെ ആർക്ക് വേണമെങ്കിലും എന്താവാം, അതിന് പ്രത്യേകിച്ച് ജാതി. പക്ഷെ ഒരു അമ്പലത്തിൽ പൂജ ചെയ്യണമെങ്കിൽ ബ്രാഹ്മണനെ പറ്റൂ. എന്ത് RSS സമരം ചെയ്യാത്തത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് സംഘപരിവാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്വകാര്യതകളുടെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു വന്ന് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ സവർണ 5000 വർഷം മുമ്പ് വേദങ്ങളുടെയും അവതാര പുരുഷന്മാരുടെയും ഇതിഹാസങ്ങളുടെയും പിന്നാമ്പറങ്ങളിലൂടെ കടന്നു വന്ന അപകടകരമായ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വംശം, ഒരു വർഗം, അപാരമായ അതീശത്വത്തിന് വേണ്ടിയുള്ള സൂത്രവാക്യങ്ങൾ, കള്ളത്തരങ്ങൾ ദൈവത്തിന്റെയും പുണ്യപുരുഷന്മാരുടെയും ഋഷിമാരുടെയും മുനിമാരുടെയും ഒക്കെ ചെലവിൽ എഴുതിയുണ്ട വർത്തമാനകാലത്ത് നടക്കുന്നുണ്ട് കേട്ടോ. വർത്തമാനകാലത്തും ശാസ്ത്രം, വെള്ളക്കാരനാണ് ഏറ്റവും ഉയർന്നവൻ, പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അമേരിക്ക, യൂറോപ്പോട് പഠിക്കുക. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പണ്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമൊന്നുമല്ല. ഏറ്റവും അത്യന്താധുനിക കാലത്ത് പോലും നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂത്രവാക്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. യൂറോപ്പും അമേരിക്കയും മധ്യകാല നൂറ്റാണ്ടുകളിൽ ഒരു ചരിത്രവും യൂറോപ്പിനില്ല. അരിസ്റ്റോട്ടലും സോക്രട്ടീസും പ്ലാറ്റോയും ഇലിയറ്റും കഴിഞ്ഞാൽ പിന്നെ ആരാ യൂറോപ്പിനുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. മെസൊപ്പൊട്ടോമിയ, അതുപോലെ തന്നെ നൈൽ നദീ സംസ്കാരം, സിന്ധു നദീ സംസ്കാരം, ആസ്തക്കുകൾ, അതുപോലെ തന്നെ മംഗോളുകൾ, ചൈനക്കാർ, പാർസികൾ, എല്ലാവർക്കും സാംസ്കാരികമായ വലിയ അടിത്തറകൾ ഉണ്ടായിരുന്നു. ഈ ഒരു അടിത്തറയുമില്ലാതിരുന്ന യൂറോപ്പും പാശ്ചാത്യ ലോകവും ഇന്ന് ചരിത്രത്തിന്റെ ആധുനികതയുടെ കവാടങ്ങൾ തുറന്നു വെച്ച് വളരെ കപടമായി അവരാണ് മുന്തിയവർ എന്ന് നമ്മൾ അവതരിപ്പിക്കും. അതാണിപ്പോ വിടവാങ്ങൽ പ്രസംഗത്തിൽ മിസ്റ്റർ ഒബാമ പറഞ്ഞത്. ഒബാമ കറുത്തവനാ, അത് നമ്മൾ സംഘപരിവാർ അംഗീകരിക്കുന്നത് പോലെ എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുന്ന പറഞ്ഞ പോലെ എന്നതുപോലെ ഒബാമനെ അമേരിക്ക അംഗീകരിച്ചതാണ്. അമേരിക്കന്റെ ഭരണഘടനയൊക്കെ വളരെ മനുഷ്യത്വ വിരുദ്ധ, ക്രിസ്ത്യാനിറ്റിക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. ലോകത്താരെങ്കിലും അങ്ങനെയൊക്കെ എഴുതി വെക്കൂ, ഒരു ക്രിസ്ത്യാനിക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ എന്നാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അമേരിക്ക ജനാധിപത്യത്തിന്റെ അപ്പോസ്തലല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആർക്കും എന്നാണ് അപ്പോൾ വെച്ചിട്ടുള്ളത്. പക്ഷെ അവസാനം ഒരു ക്ലോസ് ഇതിങ്ങനെ വരാൻ പാടുള്ളൂ. അത് നമ്മൾ ചർച്ച ചെയ്യില്ല. എന്നാലും അമേരിക്ക മുന്നേറാൻ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും ചരിത്രത്തിൽ എന്നതുപോലെ സവർണ, ബ്രാഹ്മണ, തിയോളജിക്കൽ അല്ലെങ്കിൽ പൗരോഹിത്യം എല്ലാ ചരിത്രത്തിൽ കടന്നു വന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും അപകടകരമായ കാര്യമായ അധ്വാനങ്ങൾ. ഇത് അവർക്കെതിരായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ഒരു വിഭാഗത്തിനോ സമുദായത്തിനോ എതിരല്ല. ചരിത്രപരമായ ഒരു പഠനങ്ങൾ നമ്മൾ നടത്തുന്ന സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് വർത്തമാന കാലഘട്ടത്തില് അംബാനിയും ടാറ്റയും ബിർളയും അല്ലെങ്കിൽ കോളയും പെപ്സിയും കാർഗിലും മോൺസന്റോയുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്ന വർത്തമാനകാലത്തെ പ്രതിസന്ധി മാത്രമാണ് പരിവാർ എന്ന് പറയുന്നിടത്ത് യാതൊരു അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും അതിന്റെ വലിപ്പവും നമ്മൾ കാണാതെ പോവുകയാണ്. ഇതൊക്കെ പാരമ്പര്യമുണ്ട്. വേദങ്ങളുടെയും കിതാബുകളുടെയും ഇതിഹാസങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും മറവിലൂടെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മറുചോദ്യം പോലും ശ്രീകൃഷ്ണ ജയന്തി സംഘടിപ്പിക്കപ്പെടുന്നു. സംഘപരിവാരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കേരളത്തിൽ അത് വളരെ മനോഹരമായിട്ട് നടക്കുന്നു.
കേരളത്തിൽ ഈ നടക്കുന്ന സാംസ്കാരിക മതകീയ ഫാസിസത്തിനെതിരെ അത് ക്രിസ്തുമസും നിബിദിനും ഒക്കെ നടക്കണില്ലെന്ന് ചോദിക്കും. നിബിദിനും ക്രിസ്തുമസും ഒക്കെ അതാത് സമൂഹങ്ങൾ വളരെ വൈവിധ്യത്തോടെ, ഇത് RSS പ്രമോട്ടഡ് പരിപാടിയാണ്. ഇത് ഏതെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം നടത്തുന്ന പരിപാടിയല്ല. അതേസമയം നിബിദിനവും ക്രിസ്തുമസും ഒക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാവരും പങ്കാളികളാകുന്ന പ്രക്രിയ. ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീരാമനവമിയും അങ്ങനെയല്ല നടക്കുന്നത്. RSS കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി നടത്തുന്ന അപകടകരമായ രസതന്ത്ര പരീക്ഷണങ്ങളിലൊന്നാണ് ഇപ്പറയുന്ന ആരാധനകളും ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ് സംഘപരിവാർ കേരളത്തിലും ഇന്ത്യയിലും പിടിമുറുക്കിയിട്ടുള്ളത് എന്ന പരിശോധനകൾ നമ്മൾ നടത്തുമ്പോൾ ഭയാനകമായ, വളരെ ഭീതിജനകമാണ്. ശരിക്കും പറയാം, ഇസ്രായേൽ ലോകത്തിന്റെ ക്യാൻസർ ആണെങ്കിൽ ഇന്ത്യയുടെ ക്യാൻസറും എയ്ഡ്സുമാണ് സംഘപരിവാർ. അകത്ത് പുറത്തുനിന്ന് ഏത് ശത്രുവിനെ നമ്മൾ കൈകാര്യം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഭീകരവാദോ തീവ്രവാദോ എന്തെങ്കിലുമൊക്കെ ആക്ഷേപിച്ചിട്ടോ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ സാംസ്കാരിക കടന്നുകയറ്റെന്നോ സാമ്പത്തിക മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ തടുക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ശത്രു സംഘപരിവാർ ഉള്ളിലെ ശത്രുവാണ്. കഴിഞ്ഞ 5000 വർഷമായി ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ, അതിന്റെ അവസാനത്തെ അല്ല, തുടരാനിരിക്കുന്ന പ്രതീകങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ആന്ധ്രയിലെ രോഹിത് വിമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ABVP കളിച്ചത് എത്ര ആൾക്കറിയുന്നത്? അത്ര ആശയത്തിൽ സംഘപരിവാർ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുമെന്നറിയാൻ. കാരണം ബീഫ് ഫെസ്റ്റ് മുതൽ യൂസഫ് മേമന്റെ വധശിക്ഷയടക്കം ജനാധിപത്യ സ്വഭാവത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും സംവാദത്തിനും ഉപയോഗിച്ച രോഹിത് വിമുല അപകടകാരിയാണ് എന്ന് പറഞ്ഞ് കത്തെഴുതിയത്, കള്ളക്കത്തെഴുതിയത് ABVPയുടെ ആ യൂണിറ്റിലെ പ്രസിഡന്റ് ആയിരുന്നു. എന്നെ മർദ്ദിക്കാൻ വന്നു, എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. VC-യും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിയും ഒക്കെ അത് അംഗീകരിച്ചു. എന്നിട്ടത് കേന്ദ്രത്തിലേക്ക് അയച്ചു. പച്ചക്കള്ളം. പ്രശ്നം അതൊന്നുമല്ല. ചെന്നൈ IIT-യിൽ അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റിന് ഇപ്പോൾ സംഘപരിവാരത്തിന്റെ കള്ളപ്പട്ടാളത്തിൽ ഒന്നായി ചേരാനിരിക്കുന്ന മിസ്സിസ് ജയലളിത ചെയ്തതുപോലെ തന്നെ ആന്ധ്രയിലും എന്ത് ചെയ്തു ഇവർ? ആന്ധ്രക്ക് വേറെ പ്രസക്തി അതിലേക്ക് ഞാൻ കടന്നു പോണില്ല. ആന്ധ്രയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിലെ മൊത്തം യൂണിവേഴ്സിറ്റികൾക്ക് വമ്പിച്ച പാഠങ്ങൾ നൽകുന്ന ദലിത്, പിന്നോക്ക, ന്യൂനപക്ഷ സാമൂഹിക സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഘപരിവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, അതും വർത്തമാനകാലത്ത് മോഡിയുടെ അപ്രമാദിത്വത്തിന്റെ മുമ്പിൽ ഘാടോത്കജനായി അതിഭീകരന്മാരായ ഒന്നായി വളർന്ന് പറയരുത്, മിണ്ടരുത്, അനങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള വളരുന്ന പുതിയ തലമുറ ഉജ്ജ്വലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ബീഫ് മുതൽ പശുവിറച്ചി മുതൽ യൂസഫ്, പലർക്കും ഒന്നും പറയാൻ വയ്യ. ബീഫിലും യൂസഫ് നേമലിലും ഒക്കെ പറഞ്ഞു പോയാൽ രാജ്യദ്രോഹിയാവോ ദേശദ്രോഹിയാവോ ഭീകര കുറ്റത്തിന് കേസ് ചെയ്യപ്പെടുമോ എന്ന ഭയപ്പാടുമായി നീങ്ങുന്നിടത്ത് അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റ് യൂണിയന്റെ കീഴിൽ നിന്നുകൊണ്ട് രോഹിത് വിമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ മനോഹരമായ പോരാട്ടങ്ങൾക്ക് ആ അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയൻ അതിനെ IIT-യിൽ നിരോധിച്ചു. ഇതിനെ നിരോധിക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുക സംഘപരിവാർ ഉള്ളിൽ കൂടിയാണ് പണിയെടുക്കുക. അത് വേറെ പഠിക്കേണ്ടതാണ്. ആ പരസ്യമായിട്ട് നിങ്ങൾ റോഡ് നമ്മുടെ അടുത്ത് വരൂല നേരിട്ട് സംസാരിക്കാൻ ഒരു RSS-കാരൻ. ഇതാ നല്ലതാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സാധനം നല്ലതാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കൂല. വാ എന്റെ അടുത്ത്, നമ്മൾ റെഡിയാണ് വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറയാൻ, പൊതുവായ പ്രസംഗങ്ങൾക്ക് അവർ ഒരു വ്യക്തിയുമായിട്ട് സംവദിക്കാൻ. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെ ചെയ്യാൻ കഴിയും, കോൺഗ്രസുകാരനും അങ്ങനെ ചെയ്യാൻ കഴിയും, മതങ്ങൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ കഴിയും. വാ നമുക്കൊന്ന് ഇരിക്കാം, നമുക്കൊന്ന് സംസാരിക്കാം. പക്ഷെ എവിടെയെങ്കിലും അത് സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു സംവിധാനം വ്യക്തിപരമായി ജാതി മത വിഗ്ഗുകളുമായി സംസാരിക്കുന്നതിനപ്പുറം സ്വതന്ത്രമായി വരൂ, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിലൊക്കെ. ഏതാണ് ആപേക്ഷിക യുക്തികൾക്കപ്പുറം ധാർമ്മികമായ മൂല്യങ്ങളെയും സാമൂഹികമായ സദാചാരങ്ങളെയും രാഷ്ട്രീയപരമായ കരുത്തിനെയും ഒക്കെ പ്രതിനിധീകരിക്കാൻ ആർക്ക് കഴിയും? അവർക്കേ സംസാരിക്കാൻ കഴിയൂ, അവർക്കേ സംവദിക്കാൻ കഴിയൂ. ആഗോളതലത്തിലെ സായുധ സൈനിക ഭീകരതകൾ മുതൽ കോർപ്പറേറ്റ് പ്രൊമോട്ടഡ് ISIS-ഉം RSS-ഉം അടക്കം ആശയങ്ങളില്ലാത്തവരാ. അതുകൊണ്ട് സംവാദങ്ങളില്ല. സ്വന്തം അണികളെ പുഞ്ചിരിക്കാൻ പോലും സാധിക്കാത്തവണ്ണം മസിലുകൾ വീർപ്പിച്ച് അല്ലാതെ എന്തിനാ ഈ എന്താണ് പരേഡും എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഈ പഠിപ്പിക്കുന്നത്? പഠിപ്പിച്ചിട്ട് ഇവർ എന്താക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയിലെ 80% ജനങ്ങളും വളരെ അപകടകരമായ നിലവാരത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വീടില്ല, അവർക്ക് വസ്ത്രമില്ല,
അവർക്ക് റോഡില്ല, അവർക്ക് സ്കൂളില്ല, അവർക്കതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളില്ല, ആരോഗ്യമില്ല. വളരെ എന്ന് മാത്രമല്ല, ISIS-നെ നാണിപ്പിക്കുന്ന കൊലപാതകങ്ങൾ പോലും ഉത്തർപ്രദേശിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ ദലിതുകൾക്കെതിരെ നടന്നിട്ടുണ്ട്. ഈ രണ്ട് ന്യൂസും ഒരേ കൂട്ടർ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് താല്പര്യമുള്ളതേ ലോകത്തിന്റെ മുമ്പിൽ വെക്കൂ. നിങ്ങൾക്കറിയില്ല, ബീഹാറിലൊക്കെ നടന്ന സൽവാജുവും രൺവീർ സേനയുടെയും ഒക്കെ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് 100, 120 കണക്കിന് ദലിതുകളെ, പിന്നോക്കക്കാരെ കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് കൊല്ലുക, തല വെട്ടുക, ഗർഭിണികളായ സ്ത്രീകളെ അടക്കം വയറ് കീറി കുത്തി കീറി കുട്ടികളെ തീയിലിട്ട് നശിപ്പിച്ചു. സ്ത്രീകളുടെ ലോകത്ത് അപൂർവമായി മാത്രം നടക്കുന്ന അപകടകരമായ ഭീകര പ്രവർത്തനം, സ്ത്രീകളുടെ മാറിടം ചെത്തി അരിഞ്ഞെറിഞ്ഞു ഇവർ. ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് ഇന്നും വളരെ ഈ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നവർ, ആദിവാസികൾ, ദലിതുകൾ, SC, ST ഇത്തരം വിഭാഗങ്ങൾ. പക്ഷെ ഇവരെ എന്ത് ചെയ്തു എന്ന് സംഘപരിവാർ നമ്മുടെയൊക്കെ ശത്രുവാണ്. ആര്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. അതുകൊണ്ട് അവർക്കെതിരെ നമ്മൾ ഒരുമിക്കണം. സംഘപരിവാർ ആ രസതന്ത്രമാണ് ഗുജറാത്തിൽ പരീക്ഷിച്ചത്. മിസ്റ്റർ നരേന്ദ്രമോദി അതിൽ നല്ലൊരളവ് വിജയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് മുമ്പുള്ള ഇന്ത്യയും ശരിക്കത് നരസിംഹറാവിന് മുമ്പുള്ള ഇന്ത്യയും നരസിംഹറാവാണ് ഇതിലെ ഹീറോ. അതിന്റെ വിശകലനത്തിലേക്ക് നമ്മൾ പോണില്ല. നരസിംഹറാവു തുറന്നു വെച്ച വാതിലാണ് നരേന്ദ്രമോദി ഭയാനകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാതിൽ വളരെ മാരകമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യ സെക്യുലർ സോഷ്യലിസ്റ്റ് സംവിധാനങ്ങളുടെ മുഴുവൻ ആ പെട്ടിയിലും അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ടാണ് മിസ്റ്റർ നരസിംഹറാവു കടന്നു പോയിട്ടുള്ളത്. അത് വേറെ പഠിക്കേണ്ടതാണ്. ആഗോളീകരണം, ഉദാരീകരണം, കമ്പോളീകരണം